നിയമസഭയിൽ ഉണ്ടായിരുന്ന 3 പേരല്ലേ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് 14 പേരുടെ എണ്ണം. എൻ്റെ പൊന്ന് സ്മൃതി, ഈ ചർച്ച കാണുന്ന CPM-കാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. അദ്ദേഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എസ് രാജേന്ദ്രൻ പോയത് ചെറ്റത്തരമാണെന്ന് പിണറായി വിജയൻ പറയുന്നില്ല. അജിത്ത് വൈക്കം MLA പോയത് BJP പോയത് ചെറ്റത്തരമാണെന്ന് പറഞ്ഞില്ല. CC മുകുന്ദൻ സിറ്റിംഗ് MLA ആണ്, ഇവിടുത്തെ നാട്ടുകയിലെ സിറ്റിംഗ് LDF MLA BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ചെറ്റത്തരമാണെന്ന് പിണറായി വിജയന് തോന്നുന്നില്ല. ഒരു G സുധാകരൻ കോൺഗ്രസിലേക്ക് പോയത് മോശപ്പെട്ട കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കഴക്കൂട്ടത്ത് സ്മിത സുന്ദരേശൻ അല്ലേ, അവര് വിജോയോടൊപ്പം നോമിനേഷൻ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ BJP പോയി സ്ഥാനാർത്ഥിയായി BJP ജനത്തിൽ മത്സരിക്കുന്നത്. അതും ചെറ്റത്തരമാണെന്ന് പിണറായി വിജയന് തോന്നുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഡീലിന്റെ ഉദാഹരണം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. BJP നേതാക്കന്മാർ ഞങ്ങൾ CPM-നെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളണ്ട. അവര് തള്ളിയിട്ടില്ല, പിന്നെ എന്തിനാ നിങ്ങൾ തള്ളുന്നത്? ബാലശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ തള്ളണ്ട. നിങ്ങൾ പറഞ്ഞ കള്ളം, ആദ്യത്തെ കള്ളം ഞാൻ എന്റെ ചർച്ച തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന 2006 ഫെബ്രുവരി മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് VD സതീശൻ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞ കള്ളമല്ലേ? അത് ആ ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഒന്ന് തിരുത്തിക്കൂടെ അരുൺകുമാറെ? എന്നിട്ട് വന്നിട്ട് ഈ സാരോപദേശം നൽകിയ പോരെ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വർത്തമാനം ഇനി PP മുകുന്ദൻ BJP നേതാവായ PP മുകുന്ദന്റെ പണത്തിന്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് പിണറായി വിജയൻ ഇത് എന്ത് മോശപ്പെട്ട നിലവാരമാണ് കാണിക്കുന്നത്? ഞാൻ പറയട്ടെ എന്ന് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടോ? നമ്മളെ PP മുകുന്ദൻ അരുൺകുമാറെ പ്ലീസ്, അരുൺകുമാറെ അലമ്പുണ്ടാക്കല്ലേ, ഞാൻ പറയട്ടെ. അലമ്പുണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ വേദനിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. PP മുകുന്ദന്റെ പണത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയത് മുകുന്ദന്റെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തിയത് പിണറായി വിജയനല്ലേ? ഇതുവരെ തിരുത്തിയോ? ഞാനിങ്ങനെ നോക്കിയാൽ 67-ലും 77-ലും 71-ലും ഒക്കെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും പല സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശില്, ബീഹാറില് കോൺഗ്രസിനെതിരെ കുറുമുന്നണി ഉണ്ടാക്കിയത് ജനസംഘവും CPM-ഉം CPI-യും ചേർന്നാണ്. രാജസ്ഥാനില്, അങ്ങനെ മധ്യപ്രദേശിൽ, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ കഥയുണ്ട്. അപ്പൊ പഴങ്കഥ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് ചകയേണ്ട ആവശ്യമില്ല. അത് അധികം ചകഞ്ഞാൽ പിണറായി വിജയന്റെ എന്റെ പൊന്ന അരുൺകുമാറെ, നമ്മളെ കാണുന്ന മനുഷ്യർക്ക് ഒരു മര്യാദ തോന്നുന്നില്ലേ? താങ്കളൊന്നും ഇടപെടാതിരിക്കും. പഴങ്കഥ ചകഞ്ഞ് പിണറായി വിജയന്റെ മുഖം ചീഞ്ഞു നാറേണ്ട കാര്യമില്ല. ഈ അരുൺകുമാരെ ഒന്ന് നിർത്ത്. BJP ചിഹ്നത്തിൽ മത്സരിക്കുന്ന സിറ്റിംഗ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ ചെറ്റത്തരമെന്ന് തോന്നാത്ത പിണറായി വിജയന്റെ ആ ഊളത്തരമാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ആരാണ് വോട്ട് കുത്തി കൊടുത്തതെന്ന് നോക്ക്. പകലും രാത്രിയും രഹസ്യം പരസ്യബന്ധമുണ്ടാക്കിയത് ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. എന്നിട്ട് ഡീലെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യമാണ് മിസ്റ്റർ ഇത്. മുൻകൂർ ജാമ്യം, കോൺഗ്രസിന്റെ മുൻകൂർ ജാമ്യം. ഈ കേരളത്തിൽ ദയനീയമായി തോക്കാൻ പോകുന്നു. ദയനീയമായി UDF പരാജയപ്പെടുന്നു, പരാജയപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് മുൻകൂർ ജാമ്യം, ആ മുൻകൂർ ജാമ്യം ഡീലായിട്ട് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് 86,500 വോട്ട് നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുക. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എവിടെയാണെന്ന് നോക്ക്. TN പ്രതാപനെതിരെ വന്ന റിപ്പോർട്ട്, മുരളീധരൻ പറഞ്ഞ വെളിപ്പെടുത്തൽ നോക്ക്. എങ്ങനെയാ യഥാർത്ഥ കച്ചവടം നടത്തി, യഥാർത്ഥ മഹാശക്തി ഉണ്ടാക്കി. വിവാദം തുടരും, ചർച്ച നാളെയും തുടരും. നമുക്ക് നാളെ ഇരിക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ NP ചെക്കുട്ടി, ശ്രീ TJ ശ്രീലാൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.